പപ്പൻ. ഇന്നലെ പരിചയപ്പെടാൻ പറ്റിയില്ല. ഞാൻ പ്രേമൻ, കാടാമ്പള്ളി പ്രേമൻ. ഈ പപ്പൻ എന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ചും കൂടെ പ്രായം കുറവാ ഞാൻ പ്രതീക്ഷിച്ചത്. പ്രായത്തിലൊക്കെ എന്തിരിക്കുന്നല്ലേ പപ്പൻ. സുരേഷ് ഖാൻ വരാന്ന് തകർത്ത്. എന്താ എന്താ ആ ചേച്ചി ആളെവിടെ? മോശമായി. ആളെവിടെ? ഭവിഷ്യട്ടൻ അതാണ്. എന്താണ്? എടാ ഇയാൾക്ക് അയാളുടെ അച്ഛനാണുള്ള പ്രായമില്ലേ? ഇന്നലെ വരെ അത്രയും പ്രായമില്ലായിരുന്നല്ലോ. എന്നാ ഇപ്പൊ കൂടി. എന്റെ കണ്ണിലെന്താ കുരുവാണ്? അല്ല കോമള. പപ്പ, നമ്മളൊരു കടുങ്കൈ ചെയ്യാൻ പോവാ. സാക്ഷാൽ മേച്ചേരി ജോസ് കല്യാണം ഉറപ്പിച്ച മരുമകളെ നമ്മൾ പൊക്കുന്നു. നീ ഞെട്ടി, എനിക്കറിയാം. പേടിക്കണ്ട, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. അടുത്ത ആഴ്ച അവളും അവളുടെ ഫാമിലി കൂടി മാളിൽ വരുന്നുണ്ട്, എന്തോ ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ അവിടുന്ന് മുങ്ങുന്നു, പാർക്കിങ്ങിലെത്തുന്നു, അവിടുന്ന് നേരെ ബാംഗ്ലൂർ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലോ അല്ലേ? ഹേയ്, എന്ത് കുഴപ്പം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും അല്ലേ? അതെ. ഇതാരാ? നീങ്ങി വന്നേ. എന്തിന്? എന്താടാ? മുഴുവൻ കേട്ടതിന് ശേഷം മാത്രമേ റിയാക്ട് ചെയ്യുന്ന സത്യം ചെയ്യും. നീ പറ. അളി ആക്ച്വലി ഇതൊരു വള്ളിക്കേസാണ്. ഇങ്ങനെ വിസയും പാസ്പോർട്ട് അടങ്ങുന്ന ബാഗ് അവർ അടിച്ചോണ്ടുപോയി. അത് കിട്ടിയെന്ന് പറഞ്ഞ ആരെ ഇങ്ങനെ കോഫി ഷോപ്പിൽ വിളിച്ചിരുത്തി. ഇതുവരെ ഓക്കെ അല്ലേ? ഇയാളെ കണ്ടപ്പോൾ ഒരു പൂക്കി ലുക്ക് തോന്നി സെരയുടെ പപ്പയാണെന്ന് വിചാരിച്ച് ഞാൻ ഇയാളെ ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്ന് എന്നോട് ക്ഷമിക്കും. അങ്ങേർക്ക് പപ്പ കല്യാണം പ്രമാണിച്ച് ഇനി ഒരു അറിയിപ്പുണ്ടാവണവരെ ഒരു വള്ളി പിടിക്കാനും ഞാനില്ല. അതുകൊണ്ട് ഈ കണാപ്പൻ ആരെ കാണാൻ വന്നോ അങ്ങനെ നീ ഒറ്റക്കുണ്ടാക്കി. ഞാൻ എങ്ങനെയാണ് നീ ഇല്ലാതെ? എനിക്കൊന്നും അറിയണ്ട, ഞാൻ ടെൻഷനില്ല. എനിക്ക് രണ്ടര അടിക്കണം. അളി അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പൂക്കയ്ക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. എടാ ഈ കാശും പാസ്പോർട്ടൊക്കെ അതിനുള്ളായി പോയല്ലേ? ഇവിടെ വേറെ ആരെയും പരിചയമില്ല? പിന്നെ ഒന്നും നോക്കാനില്ല. ഓരോരുത്തർ അടിച്ചു. നല്ല ആശ്വാസം ഉണ്ടോ? എനിക്ക് ചെറിയ ആശ്വാസം വേണേ. എനിക്കൊരാശ്വാസമായി നീയും, നിനക്കൊരാശ്വാസമായി ഞാനും. നമ്മുടെ ദാമ്പത്യം മനോഹരമാവാൻ നിനക്ക് എന്നെയും എനിക്ക് നിന്നെയും കണ്ടുകൊണ്ടിരിക്കാൻ ഈ സമ്മാനം എപ്പോഴും കൂടെ കൂട്ടുക. ഹാപ്പി ആനിവേഴ്സറി. വിശ്വസിക്കോ? ഭാവമൊക്കെ ഡയലോഗ് അത്ര നാച്ചുറലാണ്. സുരഭിലം എന്നാക്കാം. അപ്പ നാച്ചുറലാണ്. ये तूने क्या किया नंबर? ഹലോ, KKC എന്റർപ്രൈസസ്. പറയൂ സാർ. ഇത് വീണ്ടും പൊട്ടിപ്പോയി. അത് പൊട്ടിച്ചാ സാർ? അതൊരു പ്രസ് ഫിറ്റ് പരിപാടിയാണ്. ഞെക്കിയാ മതി. സാർ ശരിയായോ? KKC എന്റർപ്രൈസസിലേക്ക് വിളിച്ചതിന് നന്ദി. മേ ഐ അസിസ്റ്റ് വിത്ത് യു സംതിങ് എൽസ് സാർ? അല്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യ ഫുൾ ടൈം ഇതുകൊണ്ട് നടക്കുമോ? അല്ല, നല്ല ട്രാക്ക് ചെയ്യാൻ പറ്റും സാർ. ടെക്നിക്കൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, ഞാനത് പരിഹരിച്ചു തരാം. അല്ലാതെ സാറിൻ്റെ ഭാര്യ ഇത് ഫുൾ ടൈം കൊടുക്കൊണ്ട് നടക്കോ, ഇതുമൂലം സാറിന് സാറിൻ്റെ ഭാര്യമേലുള്ള സംശയം, ദുർനടപ്പ് അവസാനിക്കോ എന്നൊന്നും ഞാനോ എൻ്റെ ടീമോ ഓരോറൊപ്പം ഒരു കസ്റ്റമറിനും കൊടുക്കാറില്ല സാർ. ബൈ ദ ബൈ, സാറിൻ്റെ ഭാര്യ അത്ര സുന്ദരിയാണോ? അതെ, അധികം കളിച്ചാലേ ബ്രൗൺ ഷുഗർ കേസ് മേ അന്തർ ഡാലേ കാസാലേ. ജാമ്യം കിട്ടാത്ത വകുപ്പാക്കി പൂട്ടികളയും ഞാൻ. KKC എന്റർപ്രൈസിലേക്ക് വിളിച്ചിട്ട് നന്ദി സാർ. ശുക്രിയ. സംശയരോഗം മാത്രമാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. ഇത് പക്ക സൈക്കോ. മടുത്തെനിക്ക്. മിക്കവാറും ഞാൻ വല്ലവൻ്റെ കൂടി ഒളിച്ചോടി പോകും. നീ എന്തിനാ വല്ലവൻ്റെ കൂടെ പോന്നെ? കൊച്ചിയിലേക്കല്ലേ പോണേ? അവിടെ നിന്റെ എക്സിരിപ്പില്ലേ? ബെസ്റ്റ്. ആ കാട്ടുകോഴി നിന്റെ പട്ടിക്ക് വേണം. അങ്ങനൊന്നും അല്ലല്ലോ അന്ന് പറഞ്ഞത്. അവനെ മിസ് ചെയ്യുന്നു, ആ ലൈഫ് മിസ് ചെയ്യുന്നു, എന്തൊക്കെയായിരുന്നു. അതൊക്കെ ഒരു കാലം.
മലര് വൈബ്. ആ നീ വന്നിട്ട് വേണം ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. ഒരു മിനിറ്റ്. ആ എന്താ? സ്ട്രെച്ചിങ് രാവിലെ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് വൈകുന്നേരം ഒന്ന്. ഇപ്പൊ ഓക്കെ. മനസ്സിലായി. ക്ലോസ് യുവർ ഐസ്. എന്തിന്? വേണ്ട. ഹാപ്പി ആനിവേഴ്സറി. ഓപ്പൺ. നമ്മുടെ ദാമ്പത്യം എന്താ? ഇത് ബാഗിൽ വെച്ചോ, നല്ലതാ. ബാഗ് തന്നെ വെക്കണം, അപ്പോഴാ നല്ലത്. യു നോ, ഫോർ അവർ പ്രോസ്പെരിറ്റി. ഞാൻ വെക്കണോ? വേണ്ട, ഞാൻ വെച്ചോളാം. പിന്നെ എന്തെങ്കിലും? പിന്നെ പിന്നൊന്നുമില്ലല്ലോ. അപ്പൊ ഗുഡ് നൈറ്റ്.